السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇരുലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഈ സമയത്ത് അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട് കിതാബുകൾ നോക്കി ഓരോ മസ്അലകളും മറ്റ് ദിക്റുകളും ഒക്കെ കണ്ടെത്തി നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേര് മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ അതിന്റെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ പല അവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അറിയിക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് അടുത്ത ക്ലാസുകൾ നടത്താനും ചെയ്യാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് അത് അപ്പം എല്ലാവരും കേൾക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് അല്ലാഹുവിനെ ആദ്യം സ്തുതിക്കുകയാണ്. പിന്നെ എനിക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ളത്, മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ നിന്നുള്ള ഒരു ഇസ്മ. അതേതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആ ഇസ്മ എല്ലാ ദിവസവും 1000 പ്രാവശ്യം വീതം പതിവാക്കിയാൽ, ഈ 1000 പ്രാവശ്യം എന്നൊക്കെ പറയുമ്പോൾ ആരും ഇട്ടിട്ട് ഓടണ്ട പേടിച്ചിട്ട്, വളരെ കുറഞ്ഞ സമയം മാത്രം മതി. കാരണം ചെറിയൊരു ഇസ്മല്ലേ. ആ ഇസ്മ 1000 പ്രാവശ്യം ചൊല്ലുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ 10 മിനിറ്റ് എടുത്ത്, ചിലപ്പോൾ ഒരു 10 മിനിറ്റ്, അതിനുവേണ്ടി 10 മിനിറ്റ് നിങ്ങൾ അവിടെ ഇരിക്കണ്ട. ജോലി ചെയ്യുമ്പോഴൊക്കെ അത് ചൊല്ലാമല്ലോ. നിങ്ങൾ കാണാതെ അറിയുന്ന ഇസ്മാണ്, കാണാതെ അറിയുന്ന ദിക്റാണ്. അപ്പോൾ അത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അവനെ വലിയ ഐശ്വര്യവാനാക്കി മാറ്റും. അള്ളാഹു വലിയ ഐശ്വര്യവാനാക്കി അവനെ മാറ്റും. വലിയ നല്ല സമ്പത്ത് അള്ളാഹു നൽകും. എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു നൽകും. അവൻ ആവശ്യമുള്ള എല്ലാ ഖൈറുകളും അള്ളാഹു അവന് നൽകുന്നതാണ്. എല്ലാ സന്തോഷങ്ങളും അവന് ലഭിക്കുന്നതാണ്. അത് സഹോദരിമാർക്കും ചെല്ലാം, സഹോദരന്മാർക്കും ചെല്ലാം, എല്ലാവർക്കും ചെല്ലാം. അപ്പൊ ഭാര്യ ധാരാളമായി വർദ്ധിപ്പിച്ചു. ഈ ഭാര്യ ജോലിക്കൊന്നും പോകുന്ന ആളല്ലെങ്കിലും ഭർത്താവിലൂടെ അവർക്ക് ധാരാളം ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതാണ്. ആ കുടുംബത്തിൽ വലിയ സമ്പത്തുണ്ടാകുന്നതാണ്. വലിയ വലിയ എല്ലാവിധ ഖൈറും അള്ളാഹു അത് കാരണത്താൽ നൽകുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു ദിക്റാണ് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ നിന്നുള്ള യാ മുഗ്നി യാ അല്ലാഹ്. യാ മുഗ്നി യാ അല്ലാഹ് ആ സ്ക്രീനിൽ കാണുന്നത് പോലെ എഴുതിയെടുത്ത് നിങ്ങൾ അത് ചൊല്ലണം. യാ മുഗ്നി യാ അല്ലാഹ്. മുഗ്നി എന്ന് പറഞ്ഞാൽ തന്നെ ഐശ്വര്യം, മറ്റുള്ളവരെ ഐശ്വര്യം നൽകുന്നവൻ, ഐശ്വര്യമാക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോ യാ മുഗ്നി യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ് എന്ന അല്ലാഹുവിന്റെ ഇസ്മ ആവർത്തിച്ച് ചൊല്ലുക, അധികരിപ്പിക്കുക. കഴിയുന്നവരെല്ലാം എല്ലാ ദിവസവും 1000 പ്രാവശ്യം അത് ചൊല്ലുക. അങ്ങനെ ചൊല്ലിയാൽ ഈ പ്രതിഫലം കിട്ടും. ഇനി 1000 പ്രാവശ്യം ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ കഴിയുന്നത്രയെങ്കിലും ചൊല്ലണം. 1000 പ്രാവശ്യം ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ കഴിയുന്നത്ര 313 313 അത്ര ഇരിക്കട്ടെ. അപ്പോ മഹാന്മാർ ചിലർ പഠിപ്പിച്ചത് 1000 പ്രാവശ്യം പതിവാക്കിയാൽ നിസ്സംശയം അള്ളാഹു അവനെ വലിയ ഐശ്വര്യവാനാക്കി മാറ്റുന്നതാണ്. സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ അവരുടെ ജീവിതത്തിൽ പകർത്തണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴും കാറിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ചൊല്ലാമല്ലോ. ജോലി ചെയ്യുമ്പോൾ ചൊല്ലാം. അത് പറ്റാത്തത് ബാത്റൂമിൽ പോകുമ്പോൾ മാത്രം ചൊല്ലരുത് എന്നേ ഉള്ളൂ. ബാത്റൂമിൽ പോകാത്ത സമയത്തൊക്കെ നമുക്ക് ചൊല്ലാമല്ലോ. സഹോദരിമാർക്ക് വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ചൊല്ലാം, തുണി അലക്കുമ്പോൾ ചൊല്ലാം, എപ്പോൾ വേണമെങ്കിൽ ചൊല്ലാം. നമ്മൾ പോലും അറിയാതെ 1000-നേക്കാൾ കൂടുതൽ ചൊല്ലാൻ പറ്റും. അങ്ങനെ പല പല ദിക്റുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഡയറിയിൽ കുറിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയറിയിൽ എഴുതിയെടുത്ത് എഴുതിയെടുക്കുമ്പോൾ ഇതെന്താണ് ഇതിന്റെ പ്രതിഫലം എന്നുകൂടി എഴുതി വെക്കണം. ആ ദിക്റ് മാത്രം എഴുതി വെച്ചാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതിന്റെ പ്രതിഫലം എന്താണ്, ഇത് ചൊല്ലാൻ കിട്ടുന്നത് എന്താണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ചൊല്ലൂല. അതുകൊണ്ട് ആ ദിക്റുകൾ എഴുതി വെക്കുന്ന സമയത്ത് ഇത് ഇന്ന ആവശ്യത്തിനുള്ളതാണ്, ഇത് ചൊല്ലിയാൽ ഇന്ന പ്രതിഫലം കിട്ടും, അതും കൂടി എഴുതി വെക്കണം. അപ്പോ നമുക്ക് പിന്നീട് ഇത് കാണുമ്പോൾ നമുക്ക് ചൊല്ലാൻ ഒരു ആഗ്രഹമുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനലിലെ നഈമി വിഷൻ എന്ന ചാനലിൽ വരുന്ന ക്ലാസുകൾ കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അള്ളാഹു അവർക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും
അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.